ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയെ തുടർന്ന് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ഭിന്നത കൂടുതൽ പിളർപ്പിലേക്കാണ് ഓരോ ദിവസവും ചെന്നെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ സഖ്യത്തിൽ നിന്ന് ആം ആദ്മി പാർട്ടി പിന്മാറുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇന്ത്യ സഖ്യത്തിൽ നിന്നും ഓരോ ദിവസവും കഴിയുന്തോറും ഓരോ പ്രതിപക്ഷ പാർട്ടികൾ പിന്മാറുന്നു എന്ന് തന്നെ എടുത്തു പറയണം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം സഖ്യത്തിൽ മത്സരിക്കാനില്ലെന്ന് ആം ആദ്മി പാർട്ടി നേതൃത്വം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവരുടെ ഒരു പ്രഖ്യാപനം തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നടക്കാൻ പോകുന്ന നിയമസഭയിലേക്ക് കോൺഗ്രസിനെ കൂട്ടാതെ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നാണ് ആം ആദ്മിയിലെ നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. കോൺഗ്രസിനെ കൂട്ടിയാൽ ആപ്പ് വിജയിക്കാൻ സാധ്യതയില്ലെന്നും ആപ്പ് തകർന്നു പോകുമെന്നും അവർക്കിപ്പോൾ മനസ്സിലായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയാണ് ഡൽഹിയിലും ഹരിയാനയിലും ലഭിച്ചത്. ഡൽഹിയിൽ 7 സീറ്റില് ആപ്പ് കോൺഗ്രസ് സഖ്യം പരാജയപ്പെട്ട് അടിപതറി. ഹരിയാനയിൽ കോൺഗ്രസിന് സഖ്യം നേട്ടമായെങ്കിലും ആപ്പ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. പഞ്ചാബിൽ ആപ്പിന്റെ എംപിമാരുടെ എണ്ണം 1 നിന്ന് 3 ഉയർത്താൻ മാത്രമാണ് അവർക്ക് സാധിച്ചത്. പഞ്ചാബ് സഖ്യത്തിൽ ചേരാതെ തനിച്ച് മത്സരിക്കാൻ കോൺഗ്രസ് 7 ലോക്സഭാ സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ആപ്പ് 3 ഒതുങ്ങിപ്പോയി. വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് അധികാരത്തിലെത്തിയിട്ടും അതിന്റെ പ്രയോജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് ലഭിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഗുജറാത്തിലും ആപ്പ് ദയനീയമായി തകർന്നു തരിപ്പണമായി. ഇതാണ് കോൺഗ്രസുമായുള്ള സഖ്യം ഉപേക്ഷിക്കാൻ ആപ്പ് നേതൃത്വം പ്രേരിപ്പിക്കുന്നത്. ഹരിയാനയിലെ 90 സീറ്റിലും ആം ആദ്മി പാർട്ടി തനിച്ച് മത്സരിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവന്ത് സിംഗ് മാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അടക്കമുള്ള ഒരു പാർട്ടിയുമായും സഖ്യത്തിലില്ലെന്നും ഛത്തീസ്ഗഡിലെ മാധ്യമങ്ങളെ കണ്ട് മാൻ പറയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിൽ ബംഗാളിലടക്കം NDA സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിച്ചിരുന്നു. ഹരിയാന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന സ്ഥിതിയാണ് ഉണ്ടാകുക എന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഒരർത്ഥത്തിൽ ആപ്പ് കോൺഗ്രസുമായിട്ട് അകൽച്ച തുടങ്ങിയത് എന്ന് തന്നെ വ്യക്തമാണ്. അതായത് ആം ആദ്മി പാർട്ടിയുടെ നേതാവായിരുന്ന ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇന്ത്യ സംഘത്തിലെ ആരും തന്നെ പ്രതിഷേധമായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനായിട്ടോ ആരും വന്നില്ല. അവരാരും തന്നെ ഒരു അക്ഷരവും വേണ്ടിയില്ല. അത് ആം ആദ്മിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാണക്കേട് ഉണ്ടായി എന്ന് തന്നെ എടുത്തു പറയണം. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസുമായിട്ട് ഇനി ഒരു ബന്ധവും വേണ്ട, സാധാരണ പോലെ അത് പഴയതുപോലെ എങ്ങനെയാണോ അത് മതി എന്ന ഒരു തീരുമാനത്തിലേക്ക് ആം ആദ്മി പാർട്ടിയെ എത്താൻ പ്രേരിപ്പിച്ചതെന്ന് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്.